ഇതിലിപ്പോ ഒന്നും പറയാൻ പറ്റുന്നതല്ല. ഞാൻ ഇത്രയും ഇന്റർവ്യൂല് തന്നെ എങ്ങനെ ഒന്നും പറയാതിരുന്നുള്ളത് ആലോചിച്ചിരിക്കും. അല്ലല്ല തന്റെ പറച്ചിലോട്ട് തോന്നിയാണ്ട് ഭയങ്കര വലിയ ഞാൻ പറഞ്ഞത് പൊതുവെ ത്രില്ലറാണല്ലോ. ഇതിനൊന്നും എനിക്ക് പറയാൻ പറ്റില്ല. കഴിഞ്ഞ പടത്തിനൊന്നും പറയാൻ പറ്റില്ല. കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പായിരുന്നു ദൃശ്യം 3യുടെ അനൗൺസ്മെന്റ് വന്നത്. അല്ല എനിക്കൊരു ധാരണയുണ്ട്. ആ ധാരണയിലൂടെയാണ് ഞാനിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ആ ധാരണ ഓഡിയൻസിന് ഇഷ്ടപ്പെട്ട രക്ഷപ്പെട്ടു, രക്ഷപ്പെട്ടില്ലേ ഇപ്പം എന്ത് ചെയ്യാൻ പറ്റും. കുറച്ച് പണിയെടുത്തോണ്ടിരിക്കുകയാണ്. ഇപ്പോൾ പുതിയ ജനറേഷനിൽ ഒരു ഇച്ചിരി മടി കാണുന്നുണ്ട്. അവരങ്ങനെയൊക്കെ ചില ക്യാരക്ടേഴ്സ് ഇങ്ങനെയായിരിക്കണം അങ്ങനെയായിരിക്കണം. ഇന്ത്യയിൽ ഒരു രക്ഷയില്ല. നിങ്ങൾ ഭയങ്കര മച്ചാണല്ലോ. കട്ടക്ക് നിൽക്കുന്ന ഒരാൾ വേണമെന്ന് പറയില്ല. അങ്ങനത്തെ ഒരു കെമിസ്ട്രി ഞങ്ങളുടെ ഇടയിലുണ്ട്. മലയാളത്തിലെ ഏറ്റവും ഹോണസ്റ്റ് ആയിട്ടുള്ള ഫിലിം മേക്കേഴ്സിൽ ഒരാളാണ് ജിത്തു ജോസഫ്. പൂനെ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിലൊക്കെ പോയി പഠിച്ചിട്ട് വല്ല ബുജ്ജി പടമൊക്കെ എടുത്ത് വല്ല വഴി കൂടെയൊക്കെ പോയാൽ എനിക്ക് സിനിമയുടെ നിയമങ്ങളെക്കുറിച്ചോ സിനിമയുടെ ഇതിനെക്കുറിച്ചോ ഒന്നും അറിയില്ല. എനിക്ക് കഥ പറയണം. അങ്ങനെ സ്റ്റോറി ടെല്ലർ. ഞാൻ എനിക്ക് തോന്നിയ പോലെ കഥ പറയും. ഇപ്പോൾ ഇയാൾ വന്നിട്ട് എന്താ കഴിക്കാൻ വേണ്ടെന്ന് ചോദിക്കുമ്പോൾ ചാക്കോശനോട് നിനക്ക് എന്താ വേണ്ട, ബിരിയാണി വേണോ, ചിക്കൻ ലോലിപ്പോപ്പ് വേണോ? അത് ഞാൻ അപ്പോൾ ഹെൽത്തി ഫുഡാ. ജിത്തു ജോസഫ് ഫുഡ് ചെയ്യണോ? കണ്ടാ അറിയാം. ഞാൻ പറയാൻ പോകരുത് ചെയ്യാനെ പറ്റി. ആദ്യമായിട്ട് ഞാൻ ചേങ്ങി പോകണം. അവിടുന്ന് ഞാൻ ഈ ചില്ലി ചില്ലിനെ കഴിക്കുമ്പോൾ പറഞ്ഞിട്ടൊരു നൊസ്റ്റാൾജി അടിച്ച് ഞാൻ ഇത് എൻ്റെ ആൻറ്റി ഉണ്ടാക്കുന്ന അതേ ചില്ലി ചിക്കൻ, അപ്പിച്ചുണ്ടാക്കുന്ന അതേ ചില്ലി ചിക്കൻ നീ ഇവിടെ ചെയ്യാങ്ങന്നാണോ കഴിച്ചത്? അതെ എടാ അത് അവിടുത്തെ ചിക്കൻ. അതേ എനിക്ക് തന്നോണ്ടിരുന്ന ഞാൻ ഓർത്തിട്ട് അപ്പിച്ച് ഉണ്ടാക്കുന്ന ചില്ലി ചിക്കൻ ആണെന്ന്. സാർ പാലക്കാട് ഒരു മൂവിയുടെ ഷൂട്ട് നിൽക്കുവാണ്. അപ്പൊ എന്നെ വിളിച്ച് വൈകുന്നേരം ഒരു 5 മണിയൊക്കെ ആയപ്പോ എന്നെ വിളിച്ചു, നീ എവിടെ? ഞാൻ കൊച്ചിയിലുണ്ട്, ചെയ്യാൻ കഴിക്കാൻ പോകുന്നുണ്ട്, നീ ഫ്രീ ആണെങ്കിൽ മേടിച്ചോണ്ട് വരുമെന്ന് ചോദിച്ചു. ഞാൻ പാലക്കാട്ട് ഇവിടെ നിന്ന് പാലക്കാട്ടേക്ക് ചില്ലി ചിക്കൻ മേടിച്ചോണ്ട് പോയിട്ടുണ്ട്. ഞാൻ ഇന്നലെ മേടിച്ച് കഴിച്ചു. ഞാൻ കൊണ്ടുവന്ന ചില സാധനങ്ങൾ ആ പടത്തിന് ബാധിച്ചിട്ടുണ്ട്. പെർസ്പെക്റ്റീവ് കൊണ്ടുവന്നു. ഏഞ്ചലിൻ്റെയും ഡിമൻ്റെയും ഇതിൻ്റെയും അത് ചിലർക്ക് വർക്കൗട്ടായില്ല. അപ്പോൾ അതൊക്കെ പക്ഷേ ഞാൻ ആ രഹസ്യം പറയാം. അതോടെ അപർണയുടെ ആക്ഷൻ സീക്വൻസ് ഞങ്ങൾ ഷൂട്ട് ചെയ്തതാണ്. റീഇൻട്രൊഡ്യൂസിംഗ് അപർണ ബാലമുരളി ആസ് an action star. ഹായ് ഹലോ വ്യൂവേഴ്സ്, വെൽക്കം ടു അവർ ഷോ അൺടോൾഡ് വിത്ത് അജിൻ. ഇന്ന് നമ്മുടെ കൂടെ കുറച്ച് അൺടോൾഡ് സ്റ്റോറീസ് പറയാനുള്ളത്. വി ഹാവ് ജിത്തു ജോസഫ്, ആസിഫ് അലി, അപർണ ബാലമുരളി ആൻഡ് ഹന്ന റജി. സോ 4 പേർക്കും വെൽക്കം. ഞാൻ ആസിഫ് അലി എന്ന ആക്ടറെ കുറിച്ചിട്ട് പലതരത്തിലുള്ള ഡെഫിനിഷൻസ് കേട്ടിട്ടുണ്ട്. എന്താണ് ഈ ഡെയറിങ് ആക്ടർ? ഏത് ക്യാരക്ടറും ചെയ്യാൻ തൻ്റെ ഇടം കാണിക്കുന്ന ഒരു ആക്ടർ. അത് നെഗറ്റീവ് പോസിറ്റീവ് മറ്റേ വിരൂപന് അങ്ങനെയൊന്നുമില്ല. പുള്ളിക്ക് പെർഫോം ചെയ്യാൻ ഒരു സ്പേസ് ഉള്ള സാധനമാണ് പുള്ളി ചെയ്യും. അതാണ് ഇപ്പോഴത്തെ പണ്ടത്തെ ലാൽ സാർക്ക് അവരൊക്കെ പണ്ട് ഇങ്ങനെയൊക്കെ ചെയ്യാം. ഇപ്പോൾ പുതിയ ജനറേഷനിൽ ഒരു ഇച്ചിരി മടി കാണുന്നുണ്ട്. അവരങ്ങനെയൊക്കെ ചില ക്യാരക്ടേഴ്സ് ഇങ്ങനെയായിരിക്കണം അങ്ങനെയായിരിക്കണം. ഹിന്ദിയിൽ ഒരു രക്ഷയില്ല. അങ്ങനെ മലയാളത്തിലേക്ക് വരുമ്പോൾ ഇവിടെ ചിലർക്കൊക്കെ അങ്ങനെ വലിയ സിനിമയായിരിക്കണം. നമ്മളൊരു കഥയായിട്ട് ചെല്ലുമ്പോൾ അല്ല വലിയൊരു സിനിമയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. അങ്ങനെയാണ് നമ്മൾ ആ കഥ നോക്കി അത് എങ്ങനെയാണ്, രസമാണോ, നമുക്ക് ആൾക്കാർക്ക് കണക്ട് ചെയ്യാൻ പറ്റുമോ, അതിനകത്ത് എൻ്റെ ക്യാരക്ടർ നല്ലതാണോ, പെർഫോം ചെയ്യാനുണ്ടോ, അങ്ങനെയൊക്കെയല്ലേ സൈസ് ഓഫ് ദ ഫിലിം. ഇതങ്ങനെ അല്ലല്ലോ. ഞാനങ്ങനെ വിശ്വസിക്കുന്ന ഒരാളാണ്. അതുകൊണ്ട് അങ്ങനെയൊന്നുള്ള ബോധറേഷൻസ് ഉള്ള ഒരാളെന്നല്ല. എന്നോട് ഇത് ചോദിക്കുമ്പോൾ ചേട്ടാ എനിക്ക് എന്തെങ്കിലും ചെയ്യാനുണ്ടോ, അതാണ്. അതായത് ആക്ടറുടെ ഇതാണ് എല്ലാ ടൈപ്പും ചെയ്യണ്ടേ, മനസ്സിലായി. ഇപ്പം ഞങ്ങൾ തമ്മിൽ ആദ്യം പരിചയപ്പെടുന്ന കോമനാണ്. അതിൻ്റെ മീറ്റിങ്ങിൽ കണ്ടപ്പോൾ ഞാൻ ആദ്യം പറഞ്ഞത് ഉയരിയിലെ കാര്യമാണ്. ആ ക്യാരക്ടർ അന്ന് ചെയ്തത് വലിയൊരു കാര്യമാണ്. പിന്നെ അതുപോലെ തന്നെ മമ്മൂക്കായുടെ ആ പടത്തിനകത്ത് പിന്നെ ഫേസ് ഇല്ല എങ്കിലും അപ്പം അത് ഭയങ്കരമായിട്ട് അപ്രീഷിയേറ്റ് ചെയ്യേണ്ട ഒരു കാര്യമാണ്. ഈ ഉയരെ ചെയ്യാൻ വേണ്ടി ഒരു കാരണം ഉണ്ടായിരുന്നു, പക്ഷെ ആ കാരണം ഞാൻ പറയില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. ശരിക്കും ഓരോ കഥാപാത്രം വരുമ്പോഴത്തേക്കും അങ്ങനത്തെ തോട്ടുകൾ പോകാറുണ്ട്. എനിക്ക് തോന്നുന്നത് നമ്മളുടെ അറിയാവുന്ന അല്ലെങ്കിൽ നമ്മുടെ ശ്രദ്ധ എപ്പോഴെങ്കിലും നേടിയിട്ടുള്ള ചില ക്യാരക്ടേഴ്സ് ഉണ്ടാവില്ല, ചില സാഹചര്യങ്ങൾ ഉണ്ടാവും. അപ്പൊ അതിനെയൊക്കെ റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ക്യാരക്ടേഴ്സ് ആയിരിക്കും കൂടുതലും നമ്മുടെ ജഡ്ജ്മെന്റിൽ വർക്ക് ആവുന്നത്. ഇപ്പോൾ ഉയരെ ചെയ്യുന്ന സമയത്ത് എനിക്ക് അങ്ങനത്തെ ഒരുപാട് സുഹൃത്തുക്കളെ അറിയാം. നമ്മൾ ഈ ഹോസ്റ്റലിൽ വളർന്നതിൻ്റെ ഒരു ഗുണമുണ്ടല്ലോ. നമ്മുടെ സ്കൂൾ ടൈമിങ് കോളേജ് ടൈമിങ് കഴിഞ്ഞിട്ട് കുറെ കൂടെ പേഴ്സണൽ ലൈഫിന് ഇന്ററാക്ഷൻ ഉണ്ടാവുന്നത് ഈ ഹോസ്റ്റൽ ലൈഫിൽ ആ സമയത്താണ്. അപ്പൊ അവിടെയൊക്കെ ഈ പല റിലേഷൻസും ഇതുപോലെയുള്ള ടോക്സിക് ആയിട്ടുള്ള റിലേഷൻസ് കണ്ടിട്ടുണ്ട്. അപ്പം ഇത് പോസിബിൾ ആണ്, ഇങ്ങനെയുള്ള ആൾക്കാരുണ്ടെന്ന് എനിക്ക് മനസ്സിലായതുകൊണ്ടാണ് ആ സിനിമ എനിക്ക് ആ ക്യാരക്ടർ ഗോവിന്ദിനെ ജഡ്ജ് ചെയ്യാൻ പറ്റിയത്. ഇതിലേക്ക് വരുമ്പോൾ അശ്വിൻ എന്ന് പറഞ്ഞ ക്യാരക്ടർ ഒരു ഓൺലൈൻ ജേർണലിസ്റ്റ് ആണ്, ഇൻവെസ്റ്റിഗേഷൻ ഇഷ്ടപ്പെടുന്ന ഒരു ഓൺലൈൻ ജേർണലിസ്റ്റ് ആണ്. സ്വന്തമായിട്ടൊരു പേജുണ്ട്. ആ പേജിന് ഒരു ഐഡന്റിറ്റി വേണം എന്ന് ആഗ്രഹിക്കുന്ന, വളരെ സത്യസന്ധമായിട്ട് മറ്റേ അറ്റൻഷൻ കിട്ടുന്ന ന്യൂസുകൾ മാത്രമല്ല, അറ്റൻഷൻ നേടിക്കൊടുക്കേണ്ട ചില ന്യൂസുകളും കൂടെ ഉണ്ട് എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് അശ്വിൻ. അപ്പം
അതും റിലേറ്റബിൾ ആണ്. എൻ്റെ ലൈഫിൽ ഇപ്പൊ നോക്കുവാണെങ്കിൽ ഏറ്റവും കൂടുതൽ ഇന്ററാക്ട് ചെയ്യുന്നത് ഓൺലൈൻ മീഡിയ ആയിട്ടാണ്. നമ്മളെല്ലാം സോഷ്യൽ മീഡിയ ഹാൻഡിൽ ചെയ്യുന്നവരാണ്. അതിൽ കാണുന്ന ന്യൂസുകളും അതിന്റെ ക്രെഡിബിലിറ്റിയും അതിന്റെ എത്രത്തോളം അറ്റൻഷൻ സീക്കിംഗ് ആയിട്ട് ഡെസ്പറേറ്റ് ആണെന്നുള്ളത് നമുക്ക് മനസ്സിലാവാറുണ്ട്. അപ്പം അശ്വിനിലേക്ക് വരുമ്പോൾ എനിക്കിത് ചേട്ടൻ ഇതിന്റെ ഒരു ആദ്യത്തെ തോട്ട് പറഞ്ഞു തുടങ്ങിയപ്പോൾ തന്നെ എനിക്ക് ക്യാരക്ടർ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി. അഗെയിൻ അശ്വിൻ ഏതറ്റം വരെ പോകാനും റെഡി ആയിട്ടുള്ള ഒരാളാണ്, അതിന്റെ പുറകെ വരുന്ന. അതുകൊണ്ട് തന്നെ ഇപ്പൊ നമ്മൾ കണ്ടിട്ടുണ്ട് ചില ന്യൂസ് പോയി കഴിയുമ്പോൾ അടി കിട്ടുന്ന റിപ്പോർട്ടേഴ്സിനെ കണ്ടിട്ടുണ്ട്. നിങ്ങൾക്കൊക്കെ അറിയായിരിക്കും പല വൈരാഗ്യങ്ങളും ചെറുതും വലുതുമായ ശത്രുതകളും വെല്ലുവിളികളും നിങ്ങളൊക്കെ കേൾക്കുന്നുണ്ടാവും. അപ്പൊ അങ്ങനത്തെ ഒരാളാണ് അശ്വിൻ. അതുകൊണ്ട് അഗെയിൻ ഞാൻ പറഞ്ഞില്ല, എനിക്ക് അറിയാവുന്ന ക്യാരക്ടേഴ്സ് ആണ് എപ്പോഴും എന്റെ ചോയ്സസിൽ വരിക. രണ്ടാമത്തെ ജിത്തു ജോസഫ് സിനിമ, വീണ്ടും ആസിഫ് അലി സിനിമ, ശരിക്കും എന്താ അതിൻ്റെ ഒരു എക്സൈറ്റ്മെന്റ്? ഭയങ്കര സന്തോഷം ഉണ്ടായിരുന്നു ജിത്തു സാറ് ഇതിന് കഥ കേൾക്കാൻ വിളിച്ചപ്പോഴും. ഇപ്പം ഈ പറഞ്ഞ മാതിരി നമ്മൾ ആക്ടർ ആവുന്നു, പക്ഷെ അത് കഴിഞ്ഞിട്ട് നമ്മളെ സർവൈവലാണ് ഏറ്റവും ഡിഫിക്കൽട്ട് ആയിട്ടുള്ളൊരു ടാസ്ക്. അതായത് നമ്മൾ ഇത്രയും നാൾ സിനിമയിൽ നിൽക്കുക, അല്ലെങ്കിൽ നല്ല സിനിമകൾ ചെയ്യുക, ജിത്തു സാറിനെ പോലത്തെ ഡയറക്ടേഴ്സ് നമ്മളെ കൺസിഡർ ചെയ്യുക, ഇതെല്ലാം എപ്പോഴും സംഭവിക്കുന്ന കാര്യങ്ങളല്ല. അപ്പം എനിക്ക് ഭയങ്കര സന്തോഷം തോന്നി സാറ് വിളിച്ച് ഇങ്ങനെ ഒരു കഥ ഉണ്ട് കേൾക്കണം എന്ന് പറഞ്ഞപ്പോൾ. ആൻഡ് ത്രില്ലർ കൂടെ ആയതുകൊണ്ട് ഐ വാസ് എക്സ്ട്രാ എക്സൈറ്റഡ് അബൌട്ട് ദാറ്റ്. അങ്ങനെയാണ് ഇത് ആദ്യം പോയി കേൾക്കുന്നതും. അത് കേട്ടിട്ട് ഭയങ്കര എക്സൈറ്റിംഗ് ആയിരുന്നു. അതാ പേര് പോലെ തന്നെ ഭയങ്കര ഓരോ ഇവൻറ്റുകളും നമ്മൾ പ്രതീക്ഷിക്കാത്ത സ്ഥലത്ത് ചെന്ന് എത്തിപ്പെടുന്ന സ്റ്റോറി ലൈനാണ് ഈ മിറാജിൻ്റെത്. അപ്പം ഭയങ്കര എക്സൈറ്റിംഗ് ആയിട്ടുള്ളൊരു സ്റ്റോറിയാണ്. ഐ ഫെൽറ്റ് റിയലി ഗുഡ് ടു ബി എ പാർട്ട് ഓഫ് മിറാജ്. ഈ ഞാൻ കണ്ടതിൽ വെച്ചിട്ട് മലയാളത്തിലെ ഏറ്റവും ഹോണസ്റ്റ് ആയിട്ടുള്ള ഫിലിം മേക്കേഴ്സിൽ ഒരാളാണ് ജിത്തു ജോസഫ്. കാരണം അദ്ദേഹത്തിനോട് തന്നെ സിനിമയെ കുറിച്ച് ചോദിക്കുകയാണെങ്കിൽ പറയും, ഇപ്പൊ ദൃശ്യത്തിനെ കുറിച്ച് ചോദിച്ചപ്പോൾ ഒരു ഫാമിലി ഡ്രാമ എന്നാ പറഞ്ഞത്, നേരെ ഒരു കോർട്ട് റൂം ഡ്രാമ ആയിരുന്നു. ശരിക്കും നന്നായിട്ട് പഠിക്കുന്ന കുട്ടികളെക്കാളും കൂടുതൽ ഈ എൻട്രൻസ് അടിപൊളിയായിട്ട് എഴുതാൻ അറിയാവുന്ന കുട്ടികളുണ്ടല്ലോ, കറക്റ്റ് അവർക്ക് ആ ക്രാക്കിംഗ് കോഡ് ഭയങ്കര കൃത്യമായിട്ട് അറിയായിരിക്കും. പക്ഷെ അവരത് ആർക്കും പറഞ്ഞു കൊടുക്കില്ല. അങ്ങനെ തന്നെ എനിക്ക് ഭയങ്കരമായിട്ട് ഫീൽ ചെയ്തിട്ടുണ്ട്. ഇങ്ങനെ ആരെങ്കിലും പറഞ്ഞിട്ടുണ്ട്? എനിക്ക് മനസ്സിലായില്ല ചോദ്യം. വലിയ വിഷ്വൽ ഗിമ്മിക്ക് ഒന്നും ഇല്ല പക്ഷെ അല്ലെ ഹോണസ്റ്റ് എന്ന് പറഞ്ഞു. അപ്പൊ അല്ല ഇപ്പൊ ഈ പറഞ്ഞത് ഈ എൻട്രൻസ് ഒക്കെ എഴുതാൻ അറിയാവുന്ന പിള്ളേരുണ്ടല്ലോ, കറക്റ്റ് ആയിട്ട് എൻട്രൻസ് എഴുതാൻ അറിയായിരിക്കും. അവര് ആ ട്രിക്ക് ആർക്കും പറഞ്ഞു കൊടുക്കില്ല. ആ ട്രിക്കിനെ കുറിച്ച് അവരോട് ചോദിച്ചു കഴിഞ്ഞാൽ അവർക്കും ഒന്നും അറിയാൻ പാടില്ല എന്ന് പറയും. അല്ല ഞാനിതിനകത്ത് ഞാനെപ്പോഴും ചെയ്യുന്നതെന്ന് വെച്ചാൽ, ഇപ്പോൾ ഞാനൊരു സിനിമ ചെയ്യുന്നു, ആ സിനിമ എന്താണ്, ആ സിനിമ എന്താണെന്ന് പറഞ്ഞാൽ അതിൻ്റെ ഒരു ഇച്ചിരി താത്തി ഇതാണെന്ന് ഞാൻ പറയും. അത്രേ പറയുള്ളൂ. അതിന് മുകളിലേക്ക് ഇങ്ങനെയൊരു സിനിമയാണ് എന്ന് ഞാൻ പറയില്ല. കാരണം ഒരു അമിതമായ എന്താ പറയുക പ്രതീക്ഷ ശരിക്കും എപ്പോഴും നല്ലതല്ല. അപ്പം അറ്റ്ലീസ്റ്റ് അല്ലെങ്കിൽ ഇതാണ് സിനിമ, ഇതിനപ്പുറത്തേക്ക് നിങ്ങൾ പ്രതീക്ഷിക്കരുത് എന്ന് പറയുന്ന ഒരു സാധനം. അപ്പോൾ ഇനിയിപ്പോൾ ഞാൻ ഈ ചോദ്യം ചോദിച്ച സ്ഥിതിക്ക് ഈ സിനിമയെക്കുറിച്ച് ഞാൻ പറയുകയാണെങ്കിൽ ഞാൻ ഇതിനകത്ത് ഹൈലൈറ്റ് ചെയ്യുന്നൊരു കാര്യമുണ്ട്. അത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇത് ഒരു മിസ്റ്ററി ത്രില്ലർ കൈൻഡ് ഓഫ് സിനിമയാണ്. ഇത് ഒത്തിരി ഇമോഷൻ ബേസ്ഡ് അല്ല, ഇവൻറ്റ് ബേസ്ഡ് ആണ്. ഇവൻറ്റ്സ് ഒരു ഇതിനകത്ത് ഇമോഷൻ ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ട്, പക്ഷെ അതിൻ്റെയൊക്കെ മുകളിൽ നിൽക്കുന്നത് ഇവൻറ്റ്സ് ആണ്. കാരണം ഒരു അപർണയുടെ അഭിരാമി എന്ന് പറഞ്ഞൊരു ക്യാരക്ടർ, അതാണ് ഒരു സെൻട്രൽ പോയിൻ്റായിട്ട് നിൽക്കുന്നത്. ആ ക്യാരക്ടറിൻ്റെ ഒരു ട്രാവലുണ്ട്, കുറേ ചോദ്യങ്ങളാണ്, കുറേ ഒരു ഷീ സെർച്ചിങ് ഫോർ സംതിങ്, അല്ലെങ്കിൽ ഒരു കുറച്ച് ചോദ്യങ്ങൾക്ക് ഉത്തരം തപ്പിപ്പോവാണ്. ഇവിടെ വന്ന് ജോയിൻ ചെയ്യുന്ന ഒരാളാണ് അശ്വിൻ എന്ന് പറഞ്ഞ റിപ്പോർട്ടർ. അക്കൂട്ടത്തിൽ തന്നെ ഒരു കൊളീഗായിട്ട് കൂടെയുള്ള ഒരാളാണ്, പ്രൊട്ടക്റ്റീവായിട്ട് സഹായിക്കുന്ന ഒരു നല്ലൊരു ഫ്രണ്ടായിട്ട് ഒരു ക്യാരക്ടർ. ഇവർ മൂന്നുപേരും കൂടെ ഒന്നിച്ചുള്ള ഈ ജേർണിയിൽ ഒത്തിരി ഇവർ പലതും കാണുമ്പോൾ ഇങ്ങനെയാണെന്ന് കരുതും, പക്ഷെ കുറച്ചങ്ങ് പോകുമ്പോൾ അത് അങ്ങനെയല്ല. അതാണ് മിറാഷ് എന്ന പേരിടാൻ കാര്യം. നമുക്ക് അങ്ങനെയാണെന്ന് തോന്നും, അടുത്തേക്ക് ചെല്ലുമ്പോൾ അത് അങ്ങനെയല്ല. അപ്പോൾ ഇങ്ങനെ കുറേ ഇൻസിഡൻസിലൂടെ ഇവർ ട്രാവൽ ചെയ്തു പോയി ഇവർക്ക് ആ ഒരു ഉത്തരം കണ്ടെത്താനായിട്ട്. ബേസിക്കലി ഇവർ ഹെൽപ്പ് ചെയ്യാനായിട്ടാണ് ഇത് ചെയ്യുന്നത്. അവരുടെ ഒരു ജേർണിയാണിത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിനകത്ത് അതുകൊണ്ട് ഞാൻ പറഞ്ഞത് ഇമോഷൻ ഉണ്ട്, പക്ഷേ ഇമോഷൻ ബേസ്ഡ് അല്ല, ഇവൻറ്റ് ബേസ്ഡ് ആണ്. അതുകൊണ്ട് ഇതിനെ ഒരു മിസ്റ്ററി ത്രില്ലർ എന്ന് പറയുന്ന ഒരു ഇതിൽ വന്ന് കാണുക എന്നുള്ളതാണ് എനിക്ക് ഈ സിനിമയെക്കുറിച്ച് പറയാനുള്ളത്. ഇതാണ് എൻ്റെ ഹോണസ്റ്റ് ആയിട്ടുള്ള മറുപടി. ഈ ഒരു കാര്യം പറയാം, ഇപ്പോൾ ജോണ്ടിസ് വന്നുകൊണ്ടാണല്ലോ ശരിക്കും FTA എൻട്രൻസ് മിസ്സായത്. ശരിക്കും അത്
അന്ന് എഴുതിയിരുന്നെങ്കിൽ പൂനെ പോയിരുന്നു? ഒരു പിടിയില്ല. ചിലപ്പോൾ ഞാൻ വല്ല പൂനെ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിലൊക്കെ പോയി പഠിച്ചിട്ട് വല്ല ബുജ്ജി പടമൊക്കെ എടുത്ത് വല്ല വഴി കൂടെയൊക്കെ പോയാനെ. ഇതൊരു ഗുണം കിട്ടിയ കഴിഞ്ഞാൽ ഞാൻ ഒരു പടത്തിലാണ് അസിസ്റ്റന്റ് ഡയറക്ടറായത്. ഞാനിത് ഈയിടെയും പറഞ്ഞു, എനിക്ക് സിനിമയുടെ നിയമങ്ങളെക്കുറിച്ചോ സിനിമയുടെ ഇതിനെക്കുറിച്ചോ ഒന്നും അറിയില്ല. എനിക്ക് കഥ പറയണം. അങ്ങനെ സ്റ്റോറി ടെല്ലർ. എനിക്ക് തോന്നിയ പോലെ കഥ പറയും. അതിനകത്ത് ഞാൻ സിനിമയ്ക്ക് നിയമങ്ങളില്ലെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. അപ്പം പോകുന്നത്. അപ്പോൾ ചിലർക്ക് എൻ്റെ കൈൻഡ് ഓഫ് മേക്കിങ്ങിനോട് അഭിപ്രായ വ്യത്യാസം കാണും. ഞാൻ ഫൈൻ, അത് അങ്ങനെയുള്ളവർ ഞാനത് അംഗീകരിക്കുന്നു. പക്ഷേ എൻ്റെ സ്റ്റൈൽ ഇതാണ്, ഞാനിങ്ങനെയാണ് സിനിമ ചെയ്യുന്നത്. അപ്പോൾ ചിലർ ദൃശ്യം 2 കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ചേട്ടാ എന്നോടൊരു പയ്യൻ വന്നു, ഇതുപോലെ പ്രൊമോഷൻ സമയത്ത് എന്നോട് പറഞ്ഞു, ചേട്ടാ അതിൻ്റെ മേക്കിങ്ങിന് എങ്ങനെയായത്, ഒരു മെമ്മറീസൊക്കെ ചേട്ടൻ മേക്ക് ചെയ്ത പോലെ. ഞാൻ മെമ്മറീസ് പോലത്തെ പടമല്ലല്ലോ ദൃശ്യം 2, ഇത് വേറെ ഇതിൽ അല്ല. എങ്ങനെയാണ് ഞാൻ പറഞ്ഞു, എനിക്ക് മേക്കിങ്ങിനെ കുറിച്ച് വലിയ ധാരണയില്ല, എനിക്ക് ആ സ്ക്രിപ്റ്റിനെ ഇങ്ങനെ അപ്രോച്ച് ചെയ്യാനാണ് തോന്നിയത്, ഞാനതങ്ങനെ അപ്രോച്ച് ചെയ്തു. നിങ്ങളെ എൻ്റർടൈൻ ചെയ്തോ ഇല്ലയോ, അതാണ് എൻ്റെ ക്വസ്റ്റ്യൻ, അത്രയേ ഉള്ളൂ. ഞാൻ പറഞ്ഞു, അല്ല ഞാൻ എന്ത് മറുപടി പറയാനാണ്. ഈ കൂമന്റെ കഥ പറയാൻ വിളിക്കുമ്പോൾ എന്തായിരുന്നു ഫീൽ? അതിനകത്തൊരു ഇങ്ങനത്തെ ഒരു സംഭവം ഉണ്ടെന്ന് പറഞ്ഞു. എനിക്ക് കഥയൊന്നും അല്ല, എനിക്ക് സാറിനെ കണ്ടെന്ന് മാസവിക് ഉണ്ടെന്ന് പറഞ്ഞായിരുന്നു ഫീല്. അതറിഞ്ഞപ്പോൾ തന്നെ നമുക്ക് എക്സൈറ്റ്മെന്റ് വീക്കാണല്ലോ, പിന്നെയായിരുന്നു കഥ. പക്ഷേ എനിക്കത് ഭയങ്കര ചാലഞ്ചിങ് ആയിട്ട് തോന്നി. ഫസ്റ്റ് നമ്മുടെ അടുത്ത് ഇങ്ങനെ കാര്യം പറയുമ്പോൾ തന്നെ ഈ ഒരു സിനാരിയോ പറഞ്ഞു തരും. സോ ഐ ആസ്ക് മൈസെൽഫ് ബിഫോർ ഓഡിഷൻ ചെയ്യുന്നതിന് അല്ലെങ്കിൽ പെർഫോം ചെയ്യുന്നതിന് മുന്നേ സ്ക്രീൻ ടെസ്റ്റ് ഉണ്ടായിരുന്നു. സോ ബിഫോർ ദാറ്റ് ഞാൻ എന്നോട് ചോദിച്ചു, വിൽ ഐ ബി ഏബിൾ ടു ഡു ദാറ്റ്? എനിക്കൊരു കോൺഫിഡൻസ് ഉണ്ടോ എന്ന് ചോദിച്ചപ്പോൾ ഐ ഫെൽറ്റ് ഐ ക്യാൻ, ബിക്കോസ് ദ പേഴ്സൺ ഹു ഇസ് ഗൈഡിങ് മീസ് ജിത്തു സാർ. അപ്പോൾ എനിക്കറിയാം കോൺഫിഡൻസ് ഉണ്ട്. അപ്പോൾ സാറിനോട് വർക്ക് ചെയ്യാൻ കിട്ടുന്ന ഒരു ചാൻസ്, ദാറ്റ് ഇസ് ദ ബിഗ്ഗസ്റ്റ് തിങ് ഫോർ മീ. അത് ആ ഒരു എക്സൈറ്റ്മെൻറ്റ് ആ സിനിമയിൽ മാത്രമല്ല ഈ സിനിമയിലും ഉണ്ടായിരുന്നു. മിറാഷ് ചെയ്യുമ്പോഴും ലൈക്ക് ആസിഫിക്കോടൊപ്പം വർക്ക് ചെയ്യുമ്പോഴും കൂമനിൽ ചെയ്ത അതേ എക്സൈറ്റ്മെൻറ്റ് ഈ സിനിമയിലും ഞാൻ ത്രൂ ഔട്ട് പ്രകടിപ്പിക്കുന്നുണ്ടായിരുന്നു. സോ ഐ തിങ്ക് ദാറ്റ് ഇസ് എക്സ്പീരിയൻസ് രണ്ട് മൂവിയിലെ. നിങ്ങളുടെ രണ്ടുപേരും ഇൻ്റർവ്യൂസിനും ഭയങ്കര ഫാൻസ് ഉണ്ടല്ലോ. ആസിഫ് അബർണ ഇൻ്റർവ്യൂസിനും ഭയങ്കര ഫാൻസ് ഉണ്ട്. ശരിക്കും നിങ്ങൾ ഭയങ്കര മച്ചാണല്ലോ. ശരിക്കും എന്താ നിങ്ങളുടെ ഒരു ഫ്രണ്ട്ഷിപ്പിൽ ഏറ്റവും റിലേറ്റബിൾ എന്താ? ഭയങ്കര നമ്മളൊരു ക്ലാസ്സിൽ പഠിക്കുമ്പോൾ നമുക്ക് ഭയങ്കര ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു ഫ്രണ്ട് ഉണ്ടാവില്ലേ. ഇപ്പൊ ബോയ്സിന് പെട്ടെന്ന് കണക്ട് ആവുന്ന ഒരു ഗേൾസ് ഗ്രൂപ്പിൽ നിന്ന് ഒരു ഫ്രണ്ട് ഉണ്ടാവും. അത് ഒരു വേവ് ലെങ്ത് മാച്ച് ആവുന്നതാണ്. വേറെ ജാടയൊന്നുമില്ല, നമുക്ക് എന്തോ ഓപ്പൺ ആയിട്ട് പറയാം എന്ന് പറയുന്നത്. അങ്ങനെ ഒരു കണക്ഷനാണ് നമുക്ക് ആദ്യം കിട്ടിയത്. ഇപ്പം സൺഡേ ഹോളിഡേ ചെയ്യുമ്പോൾ എനിക്ക് തോന്നുന്നത് തൃശ്ശൂർ ക്ലിപ്തത്തിൽ നമുക്ക് ഹാർഡ്ലി അല്ലെ കോമ്പിനേഷൻ സീൻസ് കുറവാണ്. സൺഡേ ഹോളിഡേയിലാണ് ഞങ്ങൾ ക്ലോസ് ആവുന്നത്. നമ്മുടെ ഫാമിലീസ് തമ്മിൽ ഇപ്പം സമയമായിട്ടാണെങ്കിലും ഈവൻ അപ്പനയുടെ അമ്മയായിട്ടാണെങ്കിലും ഒക്കെ ഞങ്ങളെല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും ക്ലോസ് ആണ്. ഓഫ് സ്ക്രീനിൽ നമ്മൾ ഒരുപാട് സമയം സ്പെൻഡ് ചെയ്യാറുണ്ട്, പുറത്തു പോകാറുണ്ട്, ഇടയ്ക്കിടയ്ക്ക് വീട്ടിൽ വരാറുണ്ട്. അപ്പം അങ്ങനെയുള്ള ഒരു ബോണ്ടിങ് ഞങ്ങളുടെ ഇടയിലുണ്ട്. പിന്നെ സിനിമ ചെയ്യുമ്പോൾ ഏറ്റവും വേണ്ടത് നമുക്ക് കംഫർട്ടബിൾ ആയിട്ട് ഷൂട്ട് ചെയ്യാൻ പറ്റണം. നമ്മളെ കൂടെ കട്ടക്ക് നിൽക്കുന്ന ഒരാൾ വേണമെന്ന് പറയില്ല, അങ്ങനത്തെ ഒരു കെമിസ്ട്രി ഞങ്ങളുടെ ഇടയിലുണ്ട്. ഭയങ്കര എഫേർട്ട്ലെസ് ആണ് ഇക്കാട് എന്ന് വെച്ചാൽ ഫ്രം ദ ബിഗിനിങ്. ഇപ്പോൾ എഫേർട്ട്ലെസ് ആയിട്ട് നമുക്ക് ഒരാളെ പരിചയപ്പെട്ട് ജെല്ല് ചെയ്യാൻ പറ്റുക പറയുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു കാര്യമാണ്. നമുക്ക് കൂടുതൽ എഫേർട്ട് എടുത്ത് പുള്ളി ഇപ്പം ഞാനിപ്പോൾ ആദ്യമായിട്ട് ആസിഫ് ഖാൻ്റെ കൂടെ അഭിനയിക്കും. ഞാൻ ബിഗിനറാണ്. അപ്പോഴേക്കും കുറേ പടങ്ങൾ ചെയ്തിട്ടുള്ള ആളാണ്. അപ്പോൾ ചെന്നിട്ട് അങ്ങനെ എനിക്ക് ഒരിക്കലും തോന്നാത്ത ഒരാളാണ് ആസിഫ് ഖാൻ. അതുകൊണ്ട് വളരെ എഫേർട്ട്ലെസ്ലി വളരെ ജെന്യുവൻ ആയിട്ട് നമുക്ക് സംസാരിക്കാൻ പറ്റിയ എനിക്ക് തോന്നുന്നു. കുറേ പേര് ഇക്കാരുടെ അടുത്ത് ചോദിച്ചൊരു ചോദ്യം, എന്തുകൊണ്ടാണ് ആസിഫ് ഖാൻ സ്ക്രീനിൽ കരയുമ്പോൾ ബാക്കിയുള്ളവർക്ക് കരച്ചിൽ വരുന്നത്? കാരണം വളരെ ജെന്യുവൻ ആയിട്ടുള്ള ആളാണ് ആസിഫ് ഖാൻ. അപ്പം എനിക്ക് അത് അപ്രോച്ച് ചെയ്യുമ്പോഴും എനിക്ക് വളരെ എഫേർട്ട്ലെസ്ലി പോയി സംസാരിക്കാനും എവിടെയാണേലും കണ്ടു കഴിഞ്ഞാൽ സംസാരിക്കാനുള്ള ഒരു ഫ്രീഡം എനിക്ക് ഇക്കാടെ അടുത്തുണ്ട്. അതുകൊണ്ടാണ് തോന്നുന്നത് അത് ഭയങ്കര ഈസി ആവുന്നത്. അതിപ്പോൾ എൻ്റെ വീട്ടുകാർക്കാണെങ്കിലും എൻ്റെ അമ്മ എവിടെ ഇക്കാനെ കണ്ടാൽ ഓടി വന്ന് ഇക്കാടെ അടുത്ത് സംസാരിക്കുന്ന ഒരാളാണ്. ഭയങ്കര ഇഷ്ടം അമ്മയ്ക്ക് കഴുത്ത് വന്ന് സംസാരിക്കും. അപ്പം ദാറ്റ് എഫേർട്ട്ലെസ് ഒരു അപ്രോച്ച് എപ്പോഴും ഉള്ളതുകൊണ്ടാണ് എനിക്ക് തോന്നുന്നത്, ആ ജെന്യുവിനിറ്റി ഉള്ളതുകൊണ്ടാണ് എപ്പോഴും ഭയങ്കര ഈസി ആയിട്ട് നമുക്ക് വർക്ക് ചെയ്യാനാണെങ്കിലും അല്ലാണ്ട് നമുക്ക് ടൈം സ്പെൻഡ് ചെയ്യാനൊക്കെ പറ്റുന്നത്. ഫുഡ് പാർട്ട്നേഴ്സ് അതുകൊണ്ട് ഞാൻ വായിച്ചിട്ടുള്ള സത്യമാണെന്ന് അറിയില്ല. ഒരിക്കലും ഈ ജാസ്മഡ്യാഹോന്റെ ഷൂട്ടിന് ചാക്കോച്ചിനോട് ചോദിക്കാം നമുക്ക് ബിരിയാണി കഴിക്കാന്ന് പറഞ്ഞപ്പോൾ പുള്ളി ഷെഫിനെ കൊണ്ടുവന്നിട്ട് സെപ്പറേറ്റ് ഫുഡ് ഉണ്ടാക്കിച്ച ഉള്ള കഥയാണ്. ചാക്കോച്ചന് ആ സമയത്ത് ഒരു ഷെഫ് ഉണ്ടായിരുന്നു, ലൊക്കേഷനിൽ വരും. ചാക്കോച്ചന് വേണ്ട ഫുഡ് ഇദ്ദേഹമാണോ ഉണ്ടാക്കുന്നത് എന്ന് ഞെട്ടിക്കുന്ന സത്യം ഞാൻ അപ്പോഴറിയാം. കാര്യം അതുവരെ നമ്മൾ ട്രാഫിക് ഒക്കെ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് ചാക്കോച്ചനും ഞാനും കൂടെ ഭക്ഷണം കഴിക്കാൻ ഒത്തിരി ലൊക്കേഷനിലൊക്കെ പോകുമ്പോൾ ഈ അവിടുത്തെ മെയിൻ സ്ഥലങ്ങളിലൊക്കെ പോകുമായിരുന്നു. അപ്പൊ പെട്ടെന്ന് രാജമ്മ ചെയ്യുന്ന സമയത്ത് ചാക്കോച്ചൻ പറഞ്ഞ എനിക്കൊരു ഷെഫുണ്ട്,
എന്ന് പറയുമ്പോൾ നമ്മൾ സ്വാഭാവികമായിട്ടും ചിന്തിക്കുന്നത് എന്താണ് ഈ പുഴുങ്ങിയ പയറ് അങ്ങനെയൊക്കെ ഉണ്ടാക്കി സാലഡ്സ് ഉണ്ടാക്കി കൊടുക്കുക എന്നൊക്കെയാണ്. ആ പക്ഷേ ഈ ഉച്ച ഒരു 11 മണിയൊക്കെ ആയപ്പോൾ ഇയാൾ വന്നിട്ട് എന്താ കഴിക്കാൻ വേണ്ടെന്ന് ചോദിക്കുമ്പോൾ ചാക്കോച്ചനോട് നിനക്ക് എന്താ വേണ്ട, ബിരിയാണി വേണോ, ചിക്കൻ ലോലിപോപ്പ് വേണോ? അത് ചോദിച്ചപ്പോൾ ഹെൽത്തി ഫുഡാ നല്ല ടേസ്റ്റിൽ ഉണ്ടാക്കണ ഒരുത്തിനെ കിട്ടിയപ്പോൾ ഞാൻ കൊണ്ടുവന്ന ഇവൻ കുറെ മോര് കാച്ചിയതും അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഉണ്ടാക്കാൻ സ്പെഷ്യലൈസ് ചെയ്ത ഒരു ആളാണ്. ഇപ്പോഴും ചാക്കോച്ചന്റെ കൂടെ ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. അങ്ങനെ ആണ് അതൊരു പുതിയ എക്സ്പീരിയൻസ് ആയിരുന്നു. സാധാരണ നമ്മളൊരു ഷെഫിനെ കാണുമ്പോൾ ഈ പറയുന്ന പോലെ ഒരു ഡയറ്റ് പ്ലാൻ ഒക്കെ ഉണ്ടായി കഴിയുമ്പോഴാണ് ഷെഫിനെ കൂടുതൽ ആളുകൾ കൊണ്ടു നടക്കുക. ഇത് നല്ല വായിക്ക് രുചിയായിട്ട് കഴിക്കാൻ വേണ്ടിയിട്ട് ചാക്കോച്ചൻ സെറ്റ് ചെയ്തത്. ജിത്തു ജോസഫ് സെറ്റ് ഫുഡ് ആണോ ഭയങ്കര? കണ്ടാ അറിയാം, ഞാൻ നന്നായിട്ട് ഫുഡ് എൻജോയ് ചെയ്ത് കഴിക്കുന്നതാണ്. പക്ഷേ ഞാൻ മറ്റുള്ളവരിൽ നിന്ന് ഭയങ്കര ഡിഫറെൻ്റ് ആണ്. അത് എന്നെ അടുത്തറിയാവുന്നവർക്കറിയാം. ഞാൻ ഒത്തിരി പരീക്ഷണങ്ങൾക്ക് മുതിരാറില്ല. എനിക്കൊരു ഡിഷ് അങ്ങ് ഇഷ്ടപ്പെട്ടാലുണ്ടല്ലോ, പിന്നെ കുറേ ദിവസം ഇപ്പം ഒരു ഡയറ്റ്, ഇപ്പം ഞാനിപ്പം ഇപ്പോൾ കുംഭാവ് ചിക്കൻ എന്നൊരു ചിക്കനുണ്ട്, എനിക്കത് ഭയങ്കര ഇഷ്ടമാണ്. കഴിഞ്ഞ ഒരു ഷൂട്ടിങ്ങിൻ്റെ ദിവസത്തിൽ 30 ദിവസത്തെ ഷൂട്ടിംഗ് ഉണ്ടായിരുന്നു. ഏതാണ്ട് ഒരു 22 ദിവസവും ഡിന്നർ കുംഭാവ് ചിക്കനായിരുന്നു. എന്നോട് കുറേ പേര് ചോദിച്ചു ഇങ്ങനെ മടുക്കത്തില്ല. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്, ഞാനത് ചോദിച്ചിട്ടുണ്ട്. പിന്നെ അതിൽ നിന്ന് മാറാനൊരു പേടിയാണ് ഇന്ന്, കാരണം അത് മാത്രമേ കഴിക്കുന്നുള്ളൂ. വർക്കൗട്ടായില്ല ഇന്നത്തെ ദിവസം. അതേസമയം ഞങ്ങൾ ഫ്രണ്ട്സും എല്ലാവരുടെ പോവുകയാണെങ്കിൽ ഞാൻ ഈ പറഞ്ഞ പോലെ തന്നെ ഓർഡർ ചെയ്യും. അവരൊക്കെ എന്തെങ്കിലും ഓർഡർ ചെയ്യും, അതിൽ നിന്നൊക്കെ എടുക്കുമ്പോൾ അതിൽ നിന്നൊരു സാധനം ഇഷ്ടം, ഓക്കെ പുതിയൊരു സാധനം കിട്ടി, അതിലേക്ക് ഇഷ്ടം. അങ്ങനെ സെറ്റിൽ ബേസിക്കലി എൻ്റെ വീക്ക്നെസ് എന്ന് പറയുന്നത് ചോറാണ്. ചോറ്, മീൻകറി, ബീഫ്, അങ്ങനത്തെ ടിപ്പിക്കൽ ആ ഒരു ഇതാണ്. അപ്പം സെറ്റിൽ വരുമ്പോൾ ഞാൻ തിരിച്ചടിക്കാത്ത എന്തും കഴിക്കും, പക്ഷേ ഈ ഇഷ്ടപ്പെട്ടതിൽ തന്നെ ഇങ്ങനെ നിൽക്കും. പുതിയ പരീക്ഷണങ്ങൾ നടത്തില്ല എന്നാണ്. പക്ഷെ അതിൽ ചോറ്, കപ്പ, അങ്ങനെയുള്ള നാടൻ ഇത്, ചൈനീസ് അത് ഇഷ്ടം. ചൈനീസാണ്, പക്ഷേ ചില പ്രത്യേക ഹോട്ടൽ, ഇപ്പോൾ എറണാകുളത്താണ് ചിയാങ് ഞാൻ പറയാൻ പോരുത്. ഇപ്പൊ ഈ ചോദിച്ചില്ലേ ഇത് എന്നോട് ചോദിക്കുന്ന ഒരു സമയമുണ്ട്. ഞാൻ ഈ കൊച്ചിയിൽ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ എല്ലാ ദിവസവും രാത്രി നമുക്ക് പുറത്തുനിന്ന് കഴിക്കാൻ ഒരു ഓപ്ഷൻ ഉണ്ടെങ്കിൽ ഞാൻ പറയുക എനിക്ക് ചിയാങ്ങിന്ന് ചില്ലി ചിക്കനും അവരുടെ ചിക്കൻ ഫ്രൈഡ് റൈസും. അത് ചിയാങ്ങിന്റെ മാത്രം ഒരു സ്പെഷ്യൽ ഡിസൈൻ ആണ്. അതൊരു ചൈനീസ് ആണോ എന്നൊന്നും ചോദിച്ചാൽ നമുക്ക് അപ്പൊ വർഷങ്ങളായിട്ട് ഞാൻ അവിടെ നിന്ന് ഭക്ഷണം കഴിക്കുന്നതാണ്. ഇത് ശരിക്കും ആദ്യം എൻ്റെ ഒരു ആന്റി, എൻ്റെ വാപ്പയുടെ മൂത്ത സിസ്റ്ററും അവരാണ് ആദ്യം എറണാകുളത്ത് സെറ്റിൽ ആയത്. അപ്പൊ എന്റെ ചെറുപ്പത്തിൽ ഞാൻ എറണാകുളം വരുന്ന സമയത്ത് ഇതുപോലെ മലയെ ഓർക്കുന്നുണ്ടോ? ഞാൻ തുടങ്ങുന്നത് എല്ലാവരും റിലേറ്റീവ്സാ. അതെ അതെ, കേരളത്തില് അതേ സമയത്ത് തന്നെ ചിയാങ് വന്നതാണ് എൻ്റെ ഓർമ്മ. അപ്പൊ ഞാൻ ഇതുപോലെ ആന്റിയുടെ വീട്ടിൽ നിന്നാണ് ഈ ചില്ലി ചിക്കൻ ഇത് കഴിക്കുന്നത്. അപ്പൊ ഇത് എറണാകുളത്തേക്ക് വരാനുള്ള ഒരു കാരണവും കൂടിയായിരുന്നു ഈ ആന്റിയുടെ വീട്ടിലെ ചില്ലി ചിക്കൻ. അപ്പൊ അത് അങ്ങനെ കഴിച്ചു. പിന്നെ നമ്മൾ ഇവിടെ ഞാൻ സ്കൂളിങ്സ് ചെയ്തു, ഹോസ്റ്റൽ കഴിഞ്ഞു, +2 ഒക്കെ കഴിഞ്ഞു, പിന്നെ കൊച്ചിൻ സർക്കിളായി, കുറച്ച് ഫ്രണ്ട്സൊക്കെ ആയി കഴിഞ്ഞ് എങ്ങനെയൊക്കെയോ തട്ടിത്തടവി ഒരു ദിവസം ചിയാങ്ങിലെത്തി. ആദ്യമായിട്ട് ഞാൻ ചിയാങ്ങിൽ പോകണം. അവിടുന്ന് ഞാൻ ഈ ചില്ലി ചിക്കനെ കഴിക്കുമ്പോൾ കഴിഞ്ഞിട്ടൊരു നൊസ്റ്റാൾജി അടിച്ച്, ഞാൻ ഇത് എൻ്റെ ആൻറ്റി ഉണ്ടാക്കുന്ന അതേ ചില്ലി ചിക്കൻ എന്ന് പറഞ്ഞിട്ട് ഞാൻ ഫുൾ എക്സൈറ്റ്മെന്റിൽ ഞാൻ സുറപ്പിച്ചെന്ന് വിളിക്കുക. അപ്പം ഞാൻ അപ്പിച്ച് ഉണ്ടാക്കുന്ന അതേ ചില്ലി ചിക്കൻ ഞാനിപ്പോൾ കഴിച്ചു. എനിക്കത് ഓർമ്മ വന്നപ്പോൾ ഞാൻ വിളിച്ചതാണെന്ന് പറഞ്ഞപ്പോൾ എന്നോട് നീ ഇവിടെ ചിയാങ്ങെന്നാണോ കഴിച്ചത്? ഞാൻ അതെ. എടാ അത് അവിടുത്തെ ചിക്കൻ, അതേ എനിക്ക് തന്നുകൊണ്ടിരുന്ന ഞാൻ ഓർത്തിരുന്നത് അപ്പിച്ച് ഉണ്ടാക്കുന്ന ചില്ലി ചിക്കൻ ആണെന്നാണ്. പക്ഷേ ഈ ചില്ലി ചിക്കൻ ഒരു ഫാൻ ബേസ് ഉണ്ട് എറണാകുളത്ത്. ഈ ചിയാങ്ങിലെ ചില്ലി ചിക്കന് ഭയങ്കര ഫാൻ ബേസ് ആണ്. ഞാൻ ഒരു ദിവസം ഇതുപോലെ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ലാൽ സാർ, നമ്മുടെ സിദ്ദിഖ് ലാൽ സാർ എന്നെ വിളിച്ചു. ഞാൻ ലാൽ സാറിനെ കണ്ടിട്ടുണ്ട് പണ്ട്. നമ്മളെപ്പോഴും അവിടെ പാഴ്സൽ എടുക്കും. അപ്പൊ ഞാൻ ഒരു ദിവസം ലാൽ സാർ പാലക്കാട് ഒരു മൂവിയുടെ ഷൂട്ട് നിൽക്കുവാണ്. അപ്പൊ എന്നെ വിളിച്ചു വൈകുന്നേരം ഒരു 5 മണിയൊക്കെ ആയപ്പോ എന്നെ വിളിച്ചു, നീ എവിടെ? ഞാൻ കൊച്ചിയിലുണ്ട്. എന്താ പരിപാടി ഒന്നുമില്ല, ഞാൻ ഫ്രീയാ. എടാ അതെ, ഇവിടെ ആർക്കും പറഞ്ഞാൽ മനസ്സിലാവാത്തതുകൊണ്ടാണ്, നിന്നോട് പറഞ്ഞാൽ മനസ്സിലാവും, ചെയ്യാൻ കഴിക്കാൻ തോന്നണ്ട, നീ ഫ്രീ ആണെങ്കിൽ മേടിച്ചോണ്ട് വരുമോന്ന് ചോദിച്ചു. ഞാൻ ഇവിടെ നിന്ന് പാലക്കാട്ടേക്ക് ചില്ലി ചിക്കൻ മേടിച്ചോണ്ട് പോയിട്ടുണ്ട്. അത് മറ്റേ ഇത് നമുക്കേ മനസ്സിലാവുള്ളൂ ഇതിന്റെ ഒരു ക്രേവിങ് എന്താണെന്നുള്ളത്. അപ്പൊ അത്രയും ഈ ചേട്ടൻ പറഞ്ഞ പോലെ നമുക്ക് ബോറടിക്കാതെ ഞാൻ കഴിക്കുന്ന ഒരു സാധനമാണ്. ഞാൻ ഇന്നലെ മേടിച്ച് കഴിച്ചു. ഇന്നലെ ഡിന്നർ അതായിരുന്നു. അത് പാക്കറ്റ് ഇങ്ങനെ പൊട്ടിക്കുമ്പോ തന്നെ. പക്ഷെ ശരിക്കും അത് അവിടെ പോയി ചൂടോടെ കഴിക്കുന്നതാണ് അതിന്റെ ഇത്.
വീട്ടിലേക്ക് കൊണ്ടുവരുവാണെങ്കിൽ ഒന്ന് മൈക്രോവേവ് വെച്ചിട്ട് ഒന്ന് മൂപ്പിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് കുറച്ചുകൂടെ ഇത്. പിന്നെ അവരുടെ സൂപ്പ്, അവരുടെ സ്വീറ്റ് കോൺ ചില്ലി പോർക്ക്, സ്വീറ്റ് കോൺ ചിക്കൻ സൂപ്പ്, 65 ഈ 65 അല്ല 65 ഉണ്ടോ? ഉണ്ടോ ഉണ്ടോ. ഈ അതായത് ഈ ചിക്കൻ കഴിഞ്ഞിട്ട് ഈ സവോള മാത്രം പറക്കി തിന്നാൻ ഒരു ടേസ്റ്റ്. ക്യാപ്സിക്കം, സവോള. കോരി കുടിക്കും. അപ്പോ സിനിമയിലേക്ക് വരാം. അതെ അതെ. അപ്പൊ ഫുഡിലേക്ക് ഈ ലൈഫ് ഓഫ് ജോസൂട്ടിയാണല്ലോ ആദ്യമായിട്ട് വേറൊരു റൈറ്റർ ജോസഫിന്റെ എഴുതണേ. അപ്പൊ അതില് അന്നിങ്ങനെ പറഞ്ഞ കാര്യമുണ്ട്, എനിക്ക് വേറൊരു പെർസ്പെക്റ്റീവ് കിട്ടാനും വേറൊരു സ്റ്റൈലിന് വേണ്ടിയിട്ടാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ലൈഫ് ഓഫ് ജോസൂട്ടി ശരിക്കും ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇതും മിറാജും അല്ലെങ്കിൽ ഇപ്പൊ റെഗുലർ ആയിട്ട് പുറത്ത് റൈറ്റേഴ്സിന്റെ വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇപ്പോഴും ആ തോട്ട് പ്രോസസ് തന്നെയാണ് വേറൊരു സ്റ്റൈലിൽ. അല്ല, എനിക്കിപ്പോൾ വേറൊരു കഥ പുറത്തുനിന്ന് വരികയാണെങ്കിൽ ഞാൻ അതിന് വെൽക്കം ചെയ്യും. കാരണം ഇപ്പം വലതുവശത്തെ കള്ളൻ, ഇപ്പം ഡിനു എന്ന് പറഞ്ഞു, പുള്ളി ഇതിനു മുമ്പ് ഒരു പടം ചെയ്തിട്ടുണ്ട്, കൂദാശ. പുള്ളി ആ സ്ക്രിപ്റ്റ് ആദ്യം കഥ വന്ന് പറഞ്ഞു ഞങ്ങളുടെ എല്ലാ അടുത്ത് വന്നിട്ട്. അപ്പം ഞങ്ങളിങ്ങനെ കൊള്ളാലോ, നല്ല കഥയാണല്ലോ. സ്ക്രിപ്റ്റ് വന്നു, പിന്നെ സ്ക്രിപ്റ്റ് വായിച്ചു, ചെറിയ ചെറിയ ഡിസ്കഷനിലും ഇതിനകത്ത് കുറച്ച് ചേഞ്ചസ് വരുത്തി എന്നല്ലാതെ അത് ഓൾറെഡി അതൊരു സോളിഡ് സാധനം അതിനകത്തുണ്ട്. ഇതിൻ്റെ കഥ ശരിക്കും ഞങ്ങൾ ഹിന്ദിയിൽ ചെയ്യാനിരുന്നൊരു സിനിമയാണിത്. UK ഷൂട്ട് ചെയ്ത് ഹിന്ദി ഫിലിമായിട്ട് പ്ലാൻ ചെയ്തൊരു ഹിന്ദിക്കാരൻ കൊണ്ടുവന്ന കഥയാണ് വിത്ത് സ്ക്രീൻ പ്ലേ. ആ സ്ക്രീൻ പ്ലേ ഞാനൊക്കെ ഇരുന്ന് വർക്ക് ചെയ്തു. പക്ഷെ അത് പല കാരണങ്ങൾ കൊണ്ടൊന്നും നടന്നില്ല. അപ്പം ഞാൻ പറഞ്ഞ ഒരു കാര്യം, അപ്പം അയാൾ 4 വർഷം എൻ്റെ പുറകെ നടന്നു. എന്നിട്ട് അവസാനം എനിക്കതങ്ങ് ഇത്. അപ്പം ഞാൻ പറഞ്ഞു ഇതിനൊരു സാധ്യത, ഇത് നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെ ചെയ്യണമെങ്കിൽ ഇത് മിക്കവാറും മലയാളത്തിലേക്ക് തന്നെ കൊണ്ടുവന്നായിരിക്കും നല്ലത്. അങ്ങനെ പുള്ളി റെഡിയായി. അങ്ങനെ ഞാനത് മലയാളത്തിലേക്ക് കൊണ്ടുവന്ന് ചെയ്യുന്നത്. അപ്പോൾ അതിനകത്ത് അതിന് വേണ്ട നെസസറി ചേഞ്ചസും കാര്യങ്ങളും ഒക്കെ വരുത്തി. അപ്പം ഈ ഇതിനകത്ത് വെച്ചാൽ അതൊരു ശ്രീനിവാസൻ എന്ന് പറഞ്ഞ പയ്യനത് എഴുതിയത്. അപ്പം ഞങ്ങൾ തമ്മിൽ ഡിസ്കസ് ചെയ്യുമ്പോൾ ആ പയ്യൻ്റെ ഒരു ആംഗിളും പല കാര്യങ്ങളും വേറൊരു റൈറ്റർ ഒരു ഇത് കിട്ടുമ്പോൾ നമുക്കതൊരു ഫ്രഷ് ആയിട്ട് കുറച്ച് ഐഡിയാസ് കിട്ടും. ഓ, ഇങ്ങനെ അപ്രോച്ച് ചെയ്യാം. ഇത് ഞാൻ പറഞ്ഞല്ലോ, ഇത് ഒരിക്കലും ഈ പഠനം അവസാനിക്കുന്നില്ല. നമ്മളിങ്ങനെ ഓരോ തവണ ഇപ്പോൾ പുതിയ പിള്ളേർ പുതിയ സ്ക്രിപ്റ്റോ കഥകളോ ഒക്കെ ആയിട്ട് അവരുടെ തോട്ട് പ്രോസസ്സുമായിട്ട് ഡിസ്കസ് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇപ്പോൾ ഡിനുമായിട്ട് ഞാനുള്ള ഇൻട്രാക്ഷൻ, ഇടയ്ക്ക് ഞങ്ങൾ തമ്മിൽ അഭിപ്രായ വ്യത്യാസം ഉണ്ടാവും, പക്ഷെ അതൊക്കെ വേണം. അത് അല്ലെങ്കിൽ എന്താണെന്ന് അറിയോ, എൻ്റെ ഒരു ലൈൻ ഓഫ് തിങ്കിങ് മാത്രം ഉള്ള ഒരു സ്ക്രിപ്റ്റിംഗ് ആയിപ്പോവും. അപ്പോൾ അത് നല്ലതാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. പക്ഷെ ചിലർ പറയും എന്തിനാ സ്വന്തമായിട്ട് എഴുതിക്കൂടെ. പിന്നെ ലൈഫ് ഓഫ് ജോസൂട്ടിക്കൊക്കെ ബൈബോസിന്റെ ഒക്കെ ഒരു ഇതുണ്ടായിരുന്നു, പ്രഷർ ബാരിയർ ഉണ്ടായിരുന്നു. നിങ്ങൾ രണ്ടുപേരും വീണ്ടും ഒന്നിക്കണോ? ലൈഫ് ഓഫ് ജോസൂട്ടിക്ക് ഒരൊറ്റ പ്രശ്നമുള്ളായിരുന്നു, തൊട്ട് മുമ്പ് ദൃശ്യം ചെയ്തതിൻ്റെ. അത് വലിയൊരിതായിരുന്നു. പിന്നെ അതിനകത്ത് നമ്മൾ ചെയ്ത ചില അപ്രോച്ച്, ചില ചേഞ്ച് സാധനങ്ങൾ, ഞാൻ കൊണ്ടുവന്ന ചില സാധനങ്ങൾ ആ പടത്തിന് ബാധിച്ചിട്ടുണ്ട്. കാരണം ആ റൈറ്റർ കൊണ്ടുവന്നപ്പം ഇല്ലായിരുന്നു. അപ്പം ഞാൻ അതിനകത്തൊരു ഒരു പെർസ്പെക്റ്റീവ് കൊണ്ടുവന്നു, ഏഞ്ചലിൻ്റെയും ഡിമൻ്റെയും ഇതിൻ്റെയും. അത് ചിലർക്ക് വർക്കൗട്ടായില്ല. അപ്പോൾ അതൊക്കെ പക്ഷെ ഞാൻ അപ്പോൾ കാരണം അതെന്താണെന്ന് വെച്ചാൽ, എന്നിട്ട് അന്ന് അതിൻ്റെ ടോപ്പ് ആംഗിൾ ഷോട്ടുകൾ നമ്മൾ ഹെലിക്യാം ഷോട്ട്സ് ഒത്തിരി എടുത്തു. അപ്പോൾ അന്ന് അതൊരു കുറ്റമായിരുന്നു. പക്ഷെ അതൊരു അവരുടെ പെർസ്പെക്റ്റീവ് ആയിരുന്നു. നമ്മൾ അതിനുവേണ്ടി അത്രയും ടോപ്പ് ആംഗിൾ ഷോട്ട്സ് വെച്ചാണ്, എപ്പോഴും ഇവരെ കാണിക്കാൻ പറ്റത്തില്ലല്ലോ. അപ്പം നമ്മളതിനൊരു വേറൊരു ആംഗിളിൽ അതിനെ കണ്ടത്. പക്ഷെ അത് പലർക്കും കുറച്ച് പേർക്ക് മനസ്സിലായില്ല, കുറച്ച് പേർക്ക് ഇഷ്ടപ്പെട്ടില്ല, അങ്ങനെയൊക്കെ ഉണ്ട്. അപ്പം നമ്മൾ ചില പരീക്ഷണങ്ങളൊക്കെ നടത്തും, ചിലത് വർക്കൗട്ടാവും, ചിലപ്പോൾ ചില പ്രശ്നങ്ങളുണ്ടാവും, അത്രേ ഉള്ളൂ. ഈ ക്ലൈമാക്സിലൊരു ക്ലൈമാക്സിന്റെ ആണോ ഒരു പാക്കപ്പ് വീഡിയോ കണ്ട ഒരു കാർഡിന്റെ ഉള്ളിൽ നിങ്ങൾ 3 പേരുണ്ടായിരുന്നു? അല്ല, അത് ലാസ്റ്റ് ഡേ ഓഫ് ഷൂട്ട് എന്നാ ക്ലൈമാക്സ് എന്ന് വേണം. ശരി, ലാസ്റ്റ് ഡേ ഓഫ് ഷൂട്ട് ആയിരുന്നു മലയാറ്റൂര്. അതെന്തായിരുന്നു ശരിക്കും ഈ ഡിഫറെന്റ് ലൊക്കേഷൻസ്, ഈ പാക്കപ്പിന്റെ കോട്ടിലൊരു ഡിഫറെന്റ് ലൊക്കേഷൻസ്, ഡിഫറെന്റ് എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞു. എന്താ ഡിഫറെന്റ് എക്സ്പീരിയൻസ് പറയാൻ പറ്റുന്നതാണെങ്കിൽ? ഇതിലിപ്പോ ഒന്നും പറയാൻ പറ്റുന്നതല്ല. ഞാൻ ഇത്രയും ഇന്റർവ്യൂല് തന്നെ എങ്ങനെ ഒന്നും പറയാതിരുന്നുള്ളത് ആലോചിച്ചിരിക്കും. അല്ലല്ല, തന്റെ പറച്ചിലോട്ട് തോന്നിയാണ്ട് ഭയങ്കര വലിയ ഞാൻ പറഞ്ഞത് പൊതുവെ ത്രില്ലറാണല്ലോ. കുറെ നാളായിട്ട് എനിക്കൊന്നും പറയാൻ പറ്റാറില്ല. ഞാൻ ഇന്നിപ്പൊ ഇന്റർവ്യൂവിന് മുന്നേ ഞാൻ ഇതിലൊന്നും എനിക്ക് പറയാൻ പറ്റില്ല, കഴിഞ്ഞ പടത്തിനൊന്നും പറയാൻ പറ്റില്ല, ത്രില്ലർ ചെയ്ത് എനിക്കൊന്നും പറയാൻ പറ്റാത്ത അവസ്ഥയാണ്. അവിടെ നമ്മൾ ഒരുപാട് ലൊക്കേഷൻസിൽ ഷൂട്ട് ചെയ്തിട്ടുണ്ട്. ഇത് കാലിക്കറ്റ്, കോയമ്പത്തൂര്, കാരക്കുടി, അങ്ങനെ ഡിഫറെന്റ് ലൊക്കേഷൻസ്. സത്യം പറഞ്ഞാൽ ഞാൻ ചെയ്തതിൽ എനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതൽ ഞാൻ ലൊക്കേഷൻസ് ഇത്രയും ലൊക്കേഷൻസ് ഷൂട്ട് ചെയ്തിട്ടുള്ള സിനിമ ഇതായിരിക്കും. അപ്പം അതുപോലത്തെ ഒരു ലൊക്കേഷൻ ഞാൻ ആ രഹസ്യം പറയാം. അതോടെ അപർണയുടെ ആക്ഷൻ സീക്വൻസ് ഞങ്ങൾ ഷൂട്ട് ചെയ്തത് അവിടെ. റീഇൻട്രൊഡ്യൂസിങ് അപർണ ബാലമുരളി ആസ് an action star. ഞങ്ങള് ചുമ്മാ മറ്റേ ഇതിലൊക്കെ പൊക്കിയെടുത്ത് മറ്റേ കേബിളിലൊക്കെ പൊക്കിയെടുത്ത് എന്നെ അപ്പുറത്തിട്ട് ആസിഫ്ക
ടിക്കിറ്റാക്കില് പൊങ്ങ ടിക്കറ്റാക്കിൽ ഇപ്പൊ അയ്യോ ആ ലെവലിൽ ഫൈറ്റ് ഇല്ല കേട്ടോ. അത് വേറെ ഇല്ല. ഷർട്ടൊക്കെ ഇങ്ങനെ നനഞ്ഞിരിപ്പുണ്ടായിരുന്നു. ആക്ഷൻ കുറച്ച് ആക്ഷൻസ് ഇതിൽ നമ്മുടെ അവിടെ ആക്ച്വലി മഴയും ഉണ്ടായിരുന്നു അല്ലേ, നല്ല മഴയായിരുന്നു. ഇപ്പൊ ഈ കക്ഷമണി പിള്ളയുടെ ചെയ്ത് കഴിയുമ്പോൾ അതിന്റെ ഒരു ഫസ്റ്റ് ലുക്ക് പുറത്തിട്ടപ്പോൾ ഇങ്ങനെ പറയണ്ടായിരുന്നു, ജീവിതം എനിക്ക് റിയൽ ലൈഫിൽ ചെയ്യാൻ പറ്റാത്ത പല ക്യാരക്ടേഴ്സും ചെയ്യുന്നുണ്ട്. അപ്പോൾ വക്കീൽ ശരിക്കും അവിടെയായി, അതിനു മുമ്പ് കർഷകനായിട്ടുണ്ട്, അല്ലെങ്കിൽ ഡോൺ ആയിട്ടുണ്ട്, പോലീസായിട്ടുണ്ട്. അപ്പോൾ ഇതിൽ ഇങ്ങനെ ക്യാരക്ടർ പ്ലേസ് ചെയ്യുമ്പോൾ റിയൽ ലൈഫിൽ ആരെങ്കിലും ആയിട്ട് സിമിലാരിറ്റി അങ്ങനെ പിടിക്കാൻ നോക്കിയിട്ടുണ്ട്? ഇല്ല, ഒരു ഭയങ്കര റെഫറൻസ് ഒന്നും എടുത്തിട്ടില്ല. പക്ഷെ ആറ്റിറ്റ്യൂഡിന് ഉള്ളൊരു റെഫറൻസസ് കുറച്ചുണ്ടായിരുന്നു. കാര്യം നമ്മൾ സംസാരിക്കുന്ന പല കാര്യങ്ങളുടെയും വാക്കുകളുടെ ഇടയിലൂടെ പോവുക എന്ന് പറയുമല്ലോ. അപ്പോൾ അത്തരത്തിലുള്ള ചില ആൾക്കാരോട് നമ്മൾ ഇപ്പം എൻ്റെ ഒരു സ്വഭാവത്തിന് ഞാൻ പല സമയത്തും ഇങ്ങനെ സംസാരിക്കുമ്പം ഈ ഓഫ് ക്യാമറയിൽ നമ്മൾ ചില കാര്യങ്ങൾ പറയും. അത് എനിക്ക് സംസാരിക്കാൻ ഇഷ്ടമുള്ളതുകൊണ്ട് തന്നെ. പക്ഷെ അത് പല സമയത്തും നമ്മൾ പോലും അറിയാതെ ഉപയോഗിക്കപ്പെടാറുണ്ട്. അപ്പൊ അങ്ങനെയുള്ള ആളുകളുടെ ആറ്റിറ്റ്യൂഡ്, അതായത് ഇവര് സംസാരിക്കുന്നതിനും ഇവര് ഇട്ട് തരുന്ന ടോപ്പിക്കിനും ഒക്കെ ഒരു ഉദ്ദേശം ഉണ്ടാവും. അപ്പൊ അത്തരത്തിലുള്ള ആറ്റിറ്റ്യൂഡ് റെഫറൻസസ് ഉണ്ടായിരുന്നു. ഈ അശ്വിൻ അങ്ങനത്തെ ഒരു ഇതുണ്ട്. അശ്വിൻ സംസാരിച്ച് തുടങ്ങുമ്പോൾ അശ്വിന് വേണ്ടത് എന്താണോ എന്നുള്ളതിലേക്ക് എത്തിക്കാൻ വേണ്ടി അശ്വിൻ്റെതായ കുറെ സംഭാഷണങ്ങൾ ഉണ്ടാവും. അപ്പൊ അങ്ങനെയുള്ള റെഫറൻസസ് ഉണ്ടായിരുന്നു. അല്ലാതെ വേറൊരു ഭയങ്കര സ്ട്രെയിറ്റ് ആയിട്ടൊന്നും ആരെയും റെഫർ ചെയ്തിട്ടില്ല. റെഫറൻസ് ഉണ്ടായിരുന്നു. എൻ്റെ ഒരു സാധാരണ ഒരാളുടെ ക്യാരക്ടറാണ്. ഫിനാൻസ് കമ്പനിയിൽ വർക്ക് ചെയ്യുന്ന ഒരു അഭിരാമി എന്ന് പറഞ്ഞിട്ടൊരു അക്കൗണ്ടന്റ്. അല്ല, ഇത് ആസിഫ് ഖാന്റെ ക്യാരക്ടർ. ഞാൻ ഒരു ഫിനാൻസ് കമ്പനിയിൽ വർക്ക് ചെയ്യുന്ന ഒരാൾ, എൻ്റെ കൊലീഗ. അല്ല, ശരിക്കും ഞങ്ങൾ ഒരു ഓഫീസിൽ വർക്ക് ചെയ്യുന്നു. ഇവരുടെ ഒരു ക്രൈസിസിനകത്തേക്ക് പുള്ളി വന്ന് തലയിടും. തലയിട്ട് കഴിഞ്ഞ് പിന്നെ അത് ഊരാൻ പറ്റാത്ത അവസ്ഥയായി പോകും. പണ്ടതുപോലെ ദൃശ്യത്തിലും ഒരാൾ തലയിട്ടായിരുന്നു. അങ്ങനത്തെ തലയിടലല്ല, പുള്ളിയുടെ ജോലിയാണല്ലോ, ജേർണലിസ്റ്റ് ആണല്ലോ. പക്ഷെ രസം വെച്ചാൽ തലയിട്ട് കഴിഞ്ഞപ്പോ എന്നറിയോ, പുള്ളിക്ക് ഇവരെ കൊണ്ടൊരു ആവശ്യമുണ്ട്, അതിനേക്കാൾ ആവശ്യം ഇവർക്ക് പുള്ളിയെ കൊണ്ടുണ്ട്. അപ്പൊ വലിച്ചിട്ട് അകത്തേക്ക് കിട്ടും. അപ്പൊ പിന്നെ അതിനകത്തായി പിന്നെ ഇവർ 3 പേരുടെ ഒരു യാത്രയാണ്. അങ്ങനത്തെ ഒരു കൈൻഡ് ഓഫ് ഇതാണ് ഈ സിനിമ. ഏറ്റവും നമ്മുടെ സമൂഹത്തിൽ ഏറ്റവും ഇൻഫ്ലുവൻഷ്യൽ ആയിട്ടുള്ള കാര്യങ്ങളിലൊന്നാണ്. അപ്പോൾ ദൃശ്യം ഇറങ്ങിയ സമയത്തും അങ്ങനെ അത്തരത്തിൽ കുറേ പേര് ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു ഇത് ഇൻഫ്ലുവൻസ് ചെയ്യുന്നത്. അപ്പോൾ ലേറ്റസ്റ്റ്ലി സ്ഥാനാർത്ഥി ശ്രീകുട്ടൻ വന്നപ്പോൾ ആ മോഡൽ ബെഞ്ചുകൾ ക്ലാസ്സുകളിൽ ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ എല്ലാവരും പറയുന്നുണ്ടായിരുന്നു. അത് പല സ്കൂളുകളിൽ ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നു, തമിഴ്നാട്ടിൽ ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ പോകുന്നു എന്ന് പറയുന്നത്. അപ്പോൾ ഇങ്ങനത്തെ ഒരു നല്ല സൈഡും കൂടി ഉണ്ടല്ലോ. നല്ല കാര്യങ്ങൾ വരുമ്പോഴത്തേക്കും ആളുകൾ അത് ശരിക്കും അതെങ്ങനെ മേക്കറെ പെർസ്പെക്റ്റീവിൽ കാണുന്നത്? അല്ല, ഞാൻ പറഞ്ഞില്ലേ, സിനിമ ഭയങ്കരമായിട്ട് ഇൻഫ്ലുവൻസ് ചെയ്യും. എൻ്റെ അഭിപ്രായമായിട്ടാണ് ഞാൻ പറയുന്നത്. സിനിമ ഭയങ്കരമായിട്ട് ഇൻഫ്ലുവൻസ് ചെയ്യും. അത് ഓരോരുത്തർ എടുക്കുന്ന രീതിയിൽ. ഇപ്പം ഞാൻ ഒത്തിരി സ്ഥലത്ത് പറഞ്ഞിട്ടുള്ള ഡൈഹാർഡ് എന്ന് പറയുന്ന സെക്കൻഡ് പാർട്ട് സിനിമ ഞാൻ ഷെഹനായിസ് കണ്ടിട്ട് ഇറങ്ങിയിട്ട് ആദ്യം ചെയ്ത് സിഗരറ്റ് എടുത്തിട്ട് ബ്രൂസ് വില്ലിസ് വലിക്കുന്ന പോലെ വലിച്ചു. കാരണം എന്നെ ആ സിഗരറ്റ് വലിക്കുന്ന രീതി, തണുപ്പത്ത് മഞ്ഞ് പെയ്യുന്ന ഒരു എയർപോർട്ടിലുള്ള പുള്ളിയുടെ ഭയങ്കര രസമായിരുന്നു. അപ്പം ഞാൻ ഇങ്ങനെ വലിച്ചു നോക്കി. കാരണം അത് ഞാൻ ആ വിഷ്വൽ കണ്ടിട്ടാണ് ചെയ്യുന്നത്. അപ്പം സിനിമ ഡെഫിനറ്റ്ലി നമ്മൾ ഇൻഫ്ലുവൻസ് ചെയ്യും. പല കോസ്റ്റ്യൂംസ് എല്ലാവരും അതുപോലെ ചെയ്യുന്നത്. പക്ഷെ അത് ഏതെടുക്കുന്നു എന്നുള്ളതാണ്, എങ്ങനെ എടുക്കുന്നു എന്നുള്ളതാണ്. അതൊക്കെയാണ് ഇതിനകത്തെ പ്രശ്നം. പിന്നെ ഞാനെപ്പോഴും ഒരു ഫിലിം മേക്കർക്ക് സൊസൈറ്റിക്ക് ഗുണകരമായ രീതിയിലുള്ള ഒരു മെസ്സേജ് ഒരു സിനിമയിലൂടെ കൊടുക്കാൻ സാധിച്ചാൽ ഇറ്റ്സ് ഗുഡ്. മമ്മിയാൻമയിൽ അത് സാധിച്ചു. ഇപ്പൊ മറ്റേ നമ്മളെ സിനിമയിലെ കുട്ടിയുടെ കൂടെ അഭിനയിച്ച് സർക്കിട്ട്. അപ്പൊ അങ്ങനത്തെ സിനിമകൾ അതുകൊണ്ട് കുറെ പേർക്ക് ഗുണം കിട്ടുന്നുണ്ട്. അതിനകത്ത് 2 പേർക്ക് ഗുണം കിട്ടിയാൽ അത് വലിയ കാര്യമല്ലേ? മനസ്സിലായോ? അപ്പൊ അത് പക്ഷെ എന്നിട്ട് അതിനുവേണ്ടി സിനിമ ചെയ്യുന്നല്ല, നമ്മളത് ചെയ്തു വരുമ്പോൾ അങ്ങനെ ഒരു സംഭവം ഉണ്ടെങ്കിൽ നല്ലതാണ്. പണ്ട് താരേ സമീൻ പറ കഴിഞ്ഞപ്പോൾ ഡിസ്ലെക്സിയുടെ ഇത് എല്ലാവർക്കും മനസ്സിലായി എന്ന് പറയുന്നത്. അപ്പം അങ്ങനെ കിട്ടുകയാണെങ്കിൽ ഒരു സോഷ്യലി ഒരു അവയർനെസ്സോ ഒരു മെസ്സേജോ ഒക്കെ കൊടുക്കാൻ പറ്റുവാണെങ്കിൽ നല്ലതാണ്. പക്ഷെ അറ്റ് ദ സെയിം ടൈം അതൊരു എന്റർടൈനിങ് ആയിരിക്കണം. ഇപ്പോൾ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പായിരുന്നു ദൃശ്യം 3യുടെ അനൗൺസ്മെന്റ് വന്നത്. അപ്പോൾ പ്രഷർ ഉണ്ടോ എന്ന് ചോദിക്കുന്നതിൽ കാര്യമില്ല. കാരണം ദൃശ്യം 2നും ഇതേ ചോദ്യം ഒരുപാട് നേരിട്ടിട്ടുണ്ട്. അത് എങ്ങനെയായിരിക്കണമെന്ന് ഭയങ്കരമായിട്ട് പ്രിസൈസ് ആയിട്ടുണ്ടോ അന്ന് പറഞ്ഞ പോലെ ഫസ്റ്റ് എങ്ങനെ ഇരിക്കണം? അല്ല, എനിക്കൊരു ധാരണയുണ്ട്. ആ ധാരണയിലൂടെയാണ് ഞാനിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ആ ധാരണ ഓഡിയൻസിന് ഇഷ്ടപ്പെട്ട രക്ഷപ്പെട്ടു, ഇഷ്ടപ്പെട്ടില്ലേ ഇപ്പം എന്ത് ചെയ്യാൻ പറ്റും? ഞാൻ അടുത്ത പടം നോക്കി പോവല്ല, അപ്പം എന്ത് ചെയ്യാൻ പറ്റും? നമുക്കിപ്പോൾ അങ്ങനെ ഒരു സിനിമയ്ക്ക് ഒരു ഗ്യാരണ്ടി പറയാനൊന്നും പറ്റത്തില്ല. പിന്നെ ഇതിനകത്തൊരു പിന്നെ എന്താ പറയുക, ഞാനിപ്പോഴും എഴുതിക്കൊണ്ടിരിക്കുക. അതുകൊണ്ടാണ് എനിക്ക് അതിനെക്കുറിച്ച് കൂടുതൽ കമൻറ്റ് ചെയ്യാൻ പറ്റാത്തത്.
ടിക്കറ്റൊക്കെ ഒരു ഓൾമോസ്റ്റ് 50% ഷൂട്ട് ആയി, ഇനിയുണ്ട് കുറച്ചധികം കൂടെ. കുറച്ച് പണിയെടുത്തോണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ബിഫോർ കങ്കിൾ ഞാൻ ഒരു കാര്യം ചോദിക്കും, അതായത് ഈ ജിത്തു ജോസഫിൻ്റെ മിക്ക സിനിമകളും ഏകദേശം ഒരു 2.5 മണിക്കൂർ ഡ്യൂറേഷനിൽ അവസാനിക്കുന്ന സിനിമകളാണ്. എനിക്ക് തോന്നുന്നു പാവദാസം മാത്രമാണ് 3 മണിക്കൂർ അടുത്തുള്ളത്. അല്ല, ദൃശ്യം 1 2:50 സംതിങ് ഉണ്ടായിരുന്നു ദൃശ്യം ഫസ്റ്റ്. അതിനകത്ത് ഫസ്റ്റ് ഹാഫ് 1 മണിക്കൂർ 1 മിനിറ്റോ 2 മിനിറ്റ്, ബാക്കി മുഴുവൻ സെക്കൻഡ് ഹാഫ് ആയിരുന്നു. അല്ല, അപ്പോൾ ശരിക്കും ഡ്യൂറേഷൻ ഭയങ്കരമായിട്ട് എടുക്കാറുള്ള ആളാണോ? അല്ല, ആ കഥ പറഞ്ഞു വന്നപ്പോൾ അത്രയും ഡ്യൂറേഷൻ വേണ്ടി വന്നു. അപ്പൊ അന്നേരം എല്ലാവരും പറഞ്ഞു ഇന്റർവെൽ പോയിന്റ് മാറ്റണം, 1 മണിക്കൂർ കഴിഞ്ഞ് പിന്നെ സെക്കൻഡ് ഹാഫ് 1:40 അത്രയും ഉണ്ട് എന്ന് പറഞ്ഞു. അവസാനം സിനിമ ഇറങ്ങി കഴിഞ്ഞപ്പോൾ ആൾക്കാർ പറഞ്ഞു ഫസ്റ്റ് ഹാഫിൽ ലാഗ് ഉണ്ടായിരുന്നു. അതെ, ഡ്യൂറേഷൻ ആണെങ്കിലും ഇവന്റ്ഫുൾ ആണ്, അതിനകത്ത് ഹുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു എത്രേ ഉള്ളൂ. ഇപ്പൊ പലരും പറയുന്നുണ്ട് ഡിലീറ്റഡ് സീൻസ് കുറെ വരാറുണ്ട്. ജിത്തു ജോസഫിന് ഡിലീറ്റഡ് സീൻസ് വരാറുണ്ട്. അത് എനിക്ക് അങ്ങനെ വേസ്റ്റേജ് വരാറില്ല, കാരണം ഞാൻ സ്ക്രിപ്റ്റ് എഡിറ്റ് ചെയ്തിട്ട് ഇറങ്ങുന്നത്. വളരെ റെയറായിട്ടൊക്കെ വരുള്ളൂ അങ്ങനെ വരുന്നത്. എന്താ പറയുക, ഞാനതൊരു അങ്ങനെ ഷൂട്ട് ചെയ്തെന്ന് വെച്ചാൽ വേസ്റ്റ് ഓഫ് മണി ആൻഡ് ടൈം. ഞാൻ സാധാരണ വെച്ച് കഴിഞ്ഞാൽ പണ്ടൊക്കെ തുടക്ക സമയത്തൊക്കെ ഞാൻ ആ സ്ക്രിപ്റ്റുമായിട്ട് ഇരുന്നിട്ട് സ്റ്റോപ്പ് വാച്ച് വെച്ച് ഞാൻ ആ സീൻ മനസ്സിൽ വിഷ്വലൈസ് ചെയ്യും. ഓരോ സീനിൻ്റെ ഡ്യൂറേഷൻ എടുക്കും. അതായത് ഇപ്പോൾ ഞാനിപ്പോൾ ഒരു കാർ വന്ന് നിൽക്കുന്നു എന്ന് പറയുമ്പോൾ ഞാനൊരു ക്രെയിൻ ഷോട്ടാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ ഞാൻ ആ ക്രെയിൻ മൂവ്മെൻറ്റിൻ്റെ മനസ്സിൽ അത്രയും ടൈം കൊടുത്ത് അയാൾ കാറകത്ത് കയറി ഇങ്ങനെ മനസ്സിൽ ഇങ്ങനെ ഇത് ഇത് കഴിയുമ്പോൾ ഞാൻ എല്ലാ സെക്കൻഡ്സിൽ മാർക്ക് ചെയ്തിരിക്കും. ടോട്ടൽ ആഡ് ചെയ്യുമ്പോൾ എനിക്ക് ടോട്ടൽ ഡ്യൂറേഷൻ ഏതാണ്ട് ഒരു ഐഡിയ കിട്ടും. അതിൽ വലിയ വ്യത്യാസം വരാറില്ല. ഇപ്പോൾ എനിക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏതാണ്ട് നമ്പർ ഓഫ് പേജസും ഇതും വെച്ചിട്ട് എനിക്കൊരു സൈസ് കിട്ടും, ലെങ്ത് ഡ്യൂറേഷൻ കിട്ടും. അപ്പോൾ എനിക്ക് തോന്നുവാണ് ഇത് ഇച്ചിരി ഡ്യൂറേഷനാണ്, എവിടെ എങ്ങനെ പാക്ക് ചെയ്യാമെന്ന് ഞാൻ നോക്കി അങ്ങനെ സ്ക്രിപ്റ്റ് ഒന്ന് എഡിറ്റ് ചെയ്തിട്ട് ഇറങ്ങുന്നത്. ചില സിനിമയ്ക്ക് അത് എല്ലാ സിനിമയ്ക്കും അത് ഗുണകരമായി. ഇപ്പം ഞാൻ തമ്പി ചെയ്യുമ്പോൾ 2-3 റൈറ്റേഴ്സ് ഉണ്ട്. അവസാനം ഞാൻ സ്ക്രിപ്റ്റിങ് അന്ന് ഷൂട്ടും തുടങ്ങി. സ്ക്രിപ്റ്റിങ് കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേക്കും എനിക്കിത് മനസ്സിലായത് അപകടം. അപ്പം ഞാൻ കാർത്തിയോട് പറഞ്ഞു, കാർത്തി ഞാൻ ഡ്യൂറേഷൻ നോക്കി 3.5-3.25 മണിക്കൂറുണ്ട്. ഞാൻ കാർത്തിയോട് പറഞ്ഞു അത്രയും ഞാൻ ഉറപ്പായിട്ടും വരും. പിന്നെ ഇരുന്നുകൊണ്ട് എല്ലാ ദിവസവും 3 മണിക്ക് എഴുന്നേറ്റ് എന്നോട് പുള്ളി മലയാളത്തിൽ എഴുതാൻ പറഞ്ഞു. എന്നിട്ട് അതിനെ പിന്നെ തമിഴ് തീരും. അങ്ങനെ കട്ട് ചെയ്ത് സീൻസ് കണക്ട് ചെയ്ത് സീൻസ് ഉണ്ടാക്കി അങ്ങനെ കുറച്ച് കൊണ്ടുവന്നാണ് ഇപ്പോഴത്തെ ഒരു ലെങ്തിലേക്ക് എത്തിച്ചത്. അപ്പം അല്ലായിരുന്നു ഞാൻ ഇത് മുഴുവൻ ഷൂട്ട് ചെയ്തായിരുന്നു ഞാൻ എഡിറ്റിങ് ചെയ്യും. അന്നേരം വരുന്ന പ്രശ്നം എന്നറിയോ, ഭയങ്കര എഡിറ്റിംഗ് ജമ്പ് വരും. അപ്പോഴാണ് നമ്മൾ ചില സിനിമകൾ കാണുമ്പോൾ ചോദിക്കല് അതെന്നെ അത് അങ്ങനെ കട്ട് ചെയ്ത് ഇത് ലോജിക്കലി. അപ്പം ഞാൻ പറഞ്ഞു മിക്കവാറും അത് കുറേ എഡിറ്റ് ചെയ്ത് കളഞ്ഞിട്ടുണ്ടാവും. അപ്പം ചില കണക്ഷൻസും ഒക്കെ പ്രശ്നമാകും. അതാണ് പ്രോബ്ലം. അപ്പോൾ നിങ്ങൾ 4 പേരും മിറാഷ് ഇറങ്ങുമ്പോൾ എങ്ങനെയാണ് ഒരു സ്റ്റേറ്റ് ഓഫ് മൈൻഡ്? കാരണം ആസ് ഓഫ് നൗ നമുക്കൊന്നും റിവീൽ ചെയ്യാൻ പറ്റില്ല. എങ്ങനെയായിരിക്കും തിയേറ്ററിൽ വരാൻ പോകുന്ന ഒരു എക്സൈറ്റ്മെന്റ്? ആൾക്കാർ എൻഗേജിങ് ആയിട്ട് അത് കാണും എന്നുള്ളതാണ് ഞങ്ങളുടെ എല്ലാവരുടെയും എക്സ്പെക്റ്റേഷൻ. കാരണം സാറ് പറഞ്ഞ പോലെ ഒരുപാട് ഇവൻറ്റ്സ് ഉണ്ട്, എല്ലാവർക്കും ക്യൂരിയോസിറ്റി നാച്ചുറലി കൊണ്ടുവരുന്ന കുറേ കാര്യങ്ങളുണ്ട് അതിൽ. അപ്പോൾ ഐ തിങ്ക് ആൾക്കാർ അതിൽ ഭയങ്കര ഹുക്ഡ് ആവും എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും എക്സ്പെക്റ്റേഷൻ ഉള്ള ഒരു കാര്യമാണ്. സെയിം തിങ്. എന്തായാലും 100% എക്സ്പെക്റ്റേഷനോടെ തന്നെ പോവാം. എക്സ്പെക്ട് ദ ബെസ്റ്റ്. അല്ല, എന്നെ സംബന്ധിച്ചിടത്തോളം അതൊരു നല്ല സിനിമയാന്നുള്ള കോൺഫിഡൻസ് ഉണ്ട്. ബാക്കി പ്രേക്ഷകർ കണ്ടിക്കാണ് നമ്മുടെ കയ്യിലല്ല, അത് പ്രേക്ഷകരുടെ ഓരോ ഇതനുസരിച്ചല്ലേ. നമുക്കതുകൊണ്ട് അവർ തീരുമാനിക്കട്ടെ. എനിക്കിതൊരു നല്ലൊരു മിസ്റ്ററി ത്രില്ലർ മൂഡിലുള്ള സിനിമയായിട്ടാണ് എനിക്ക് തോന്നുന്നത്. നമ്മുടെ ഓഡിയൻസ് കുറച്ച് പ്രശ്നമാണ്. ഇപ്പം ഇത്രയും നല്ല സിനിമകൾ ചെയ്ത ഒരു ടീമൊന്നും അങ്ങനെ ഒന്നുമില്ല. ഒരു സിനിമയായിട്ട് മാത്രമേ നമ്മുടെ പ്രേക്ഷകരെ കാണുള്ളൂ, തിരിഞ്ഞു നോക്കൂല. അപ്പോൾ തിയേറ്ററിൽ തന്നെ വന്ന് കണ്ടിട്ട് നമുക്ക് തീരുമാനിക്കാം. വലിയ അവകാശവാദങ്ങളൊന്നും ചേട്ടൻ പറഞ്ഞ പോലെ റിലീസിന് മുന്നേ പറയുന്നതിൽ കാര്യമില്ല. മിറാഷ് എന്ന ചിത്രം അവിടെ നിന്ന് തിയേറ്ററിലേക്ക് എത്തുകയാണ്. അപ്പോൾ എല്ലാവിധ ആശംസകളും നേരുന്നു. വീണ്ടും ഒരു ജിത്തു ജോസഫ് മാജിക് തിയേറ്ററിൽ ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കട്ടെ എന്ന് ആശംസിക്കുകയാണ്. താങ്ക് യു ഫോർ ദ ടൈമിംഗ് ആൻഡ് ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു.